ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇപ്പോൾ ബ്രസീൽ പുറത്തായിരിക്കുന്നു. അതായത് ഇന്നലെ അണ്ടർ 20 വേൾഡ് കപ്പിൽ നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ സ്പെയിനാണ് ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്രസീലിൻ്റെ അണ്ടർ 20 ടീം ഇപ്പോൾ സ്പെയിനിനോട് പരാജയപ്പെട്ടിട്ടുള്ളത്. അതായത് മത്സരത്തിൻ്റെ 47ാമത്തെ മിനിറ്റിൽ ബ്രാവോ സ്പെയിനിന് വേണ്ടി ഗോൾ നേടുകയായിരുന്നു. ഇതോടുകൂടിയാണ് ബ്രസീലിന് തോൽവി രുചിക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് ഈ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും ബ്രസീൽ പുറത്തായി. കേവലം 1 പോയിന്റ് മാത്രമാണ് ബ്രസീലിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പോയിന്റ് പട്ടികയിൽ അഥവാ ടേബിളിൽ അവസാന സ്ഥാനത്താണ് ഗ്രൂപ്പിൽ ഇപ്പോൾ ബ്രസീൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യ മത്സരത്തിൽ മെക്സിക്കോയോട് ബ്രസീൽ സമനില വഴങ്ങിയിരുന്നു. പിന്നീട് മൊറോക്കോയോട് പരാജയപ്പെട്ടു. അതിന് പിന്നാലെയാണ് സ്പെയിനിനോട് പരാജയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നാണം കെട്ടുകൊണ്ടാണ് ഇപ്പോൾ ബ്രസീൽ ഈ ഒരു വേൾഡ് കപ്പിൽ നിന്നും പുറത്തായിട്ടുള്ളത്. അവരുടെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതേസമയം ബ്രസീലിന്റെ ചിരവൈരികളായ അർജന്റീന വീണ്ടും പൊളിച്ചടക്കിയിട്ടുണ്ട്. അതായത് ആദ്യത്തെ 2 മത്സരങ്ങളിലും അർജന്റീന വിജയിച്ചിരുന്നു. ആദ്യം ക്യൂബയെയും പിന്നീട് ഓസ്ട്രേലിയയെയും അർജന്റീന പരാജയപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇറ്റലിയുടെ അണ്ടർ 20 ടീമിനെ കൂടി പരാജയപ്പെടുത്താൻ ഇപ്പോൾ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അർജന്റീന വിജയിച്ചിട്ടുള്ളത്. 74ാമത്തെ മിനിറ്റിൽ ഗോറോസിറ്റോയാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത്. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുള്ളത് അർജന്റീന തന്നെയാണ്. അങ്ങനെ സമ്പൂർണ്ണരായിക്കൊണ്ടാണ് അർജന്റീന അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. കളിച്ച 3 മത്സരങ്ങളിലും വിജയിക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 9 പോയിന്റുമായി ഗ്രൂപ്പിലെ 1-ാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് അർജന്റീന ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ നിരാശ നൽകിയ ഒരു വേൾഡ് കപ്പാണ് ഇത്. എന്നാൽ അർജന്റീനയ്ക്ക് അങ്ങനെയല്ല, മികച്ച പ്രകടനമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.